ഓക്കെ ഗൈസ്, എല്ലാവർക്കും നെവിൻ ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഗൈസ് എല്ലാവർക്കും അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആർട്ടിക്സ് പാർട്ട് 3 ആണ്. ഗൈസ് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. നമുക്ക് വേറെ വീഡിയോയിലൊക്കെ എടുക്കാം. ഗൈസ് ഇപ്പം ഞാൻ പോയി മൈൻ ചെയ്തിട്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 7 അയൺ ഒപ്പിച്ചത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തു. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല ഗൈസ്, കാരണം ഞാൻ മിനിമം ചെയ്തിട്ട് രണ്ടാമതെയാണിപ്പോൾ ചെയ്തേക്കുന്നത്. അവിടെ നമുക്ക് റെഡ് സ്റ്റോൺ ലെവലിൽ ഞാൻ കുറച്ച് ഇത് കണ്ടു, പക്ഷേ സാധനങ്ങളൊക്കെ കണ്ടുണ്ട്. പക്ഷേ ആ റെഡ് സ്റ്റോൺ ലെവലാണ് ഡയമണ്ട് ലെവൽ. റെഡ് സ്റ്റോണും ഡയമണ്ടും ഒരേ കാറ്റഗറിയിൽ, അതായത് ഒരേ ലെവലിലാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്കിപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഉള്ള ടെംപ്ലററി ബ്ലോക്ക് വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അത് മാത്രമല്ല, ഈ പുറത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകണം. കാരണം അവിടെ നിന്ന് എനിക്ക് ലഷ് കേവിനകത്തുനിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇന്നലെ പകുതി ആർമർ കിട്ടി, നമുക്കൊരു ലെഗിൻസും കൂടെ വേണം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, വെള്ളം കിട്ടിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ വെള്ളം എല്ലാം പോയി. ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നല്ല ലാഗാണ് ഗൈസ്. ഈ വെള്ളമൊക്കെ ഇവിടെ നിന്നൊക്കെ പോവുകയാണെങ്കിലേ നമുക്ക് 8ൻ്റെ പണിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൽ തന്നെ ഇപ്പം തന്നെ, അതായത് എനിക്ക് ഒരു അയൺ ക്രാഫ്റ്റ് ഇട്ട് മതി. ഈ ഒരു അയൺ മതി, ഇത് മതി. ഞാൻ നേരത്തെ സ്മെൽറ്റ് ചെയ്ത് ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയ കുറച്ച് അയൺ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇത് എടുത്ത്. ഇത് മതി ഗൈസ്, ഇത് മതി. ഇതന്നെ സ്റ്റോൺ കട്ടർ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മിഷനിലോട്ട് കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മളിതാ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് നേരെ ലഷ് കേവിലോട്ട് പോവാം. എന്നിട്ട് വേണം, അവിടെ ഒരു ക്രീപ്പറുണ്ട് ഗൈസ്. അവിടെ 2 വലിയ സ്ലൈമും ഉണ്ട്. സ്ലൈമിനെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഡാമേജ് ചെയ്യും. പക്ഷേ ഇത് 2 എണ്ണം ഉണ്ട് ഗൈസ്. അവിടെ സ്ലൈം സ്പോണ്ടർ വല്ലതും ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു ക്രീപ്പറുണ്ട്. നമ്മൾ ഇത്രയും ഭീക്കരി ആളായതുകൊണ്ടേ സ്ലൈം നമ്മുടെ പുറത്തിട്ട് 2 എണ്ണം വരുവാണെങ്കിൽ, ഒരു സ്ലൈമിനെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ലൈമിൻ്റെ ഭാഗ്യത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം ഞാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഞാൻ അയൺ സ്മെൽറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത്തിരി അബദ്ധങ്ങളൊക്കെ പറ്റി ഗൈസ്, അത് മാറ്റാനും പറ്റത്തില്ല. കാരണം ഞാൻ ആ വാട്ടർ പിന്നെ ഞാൻ അവിടെ നിന്ന് 2-3 ബ്ലോക്ക് എടുത്ത് മൈൻ ചെയ്ത് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2-3 മീറ്ററും കൂടെ ഇത്തിരി നീളത്തിലായിരിക്കും ഞാൻ മൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. ഇത് കണ്ടില്ലേ, ഇതാണ് എനിക്ക് കിട്ടിയ പണി. ഒഴുക്ക് കൂട്ടിക്കൊണ്ട് വെച്ച് ഗൈസ്, എന്ത് പറയാനാ. അയ്യോ, അയൺ എടുത്തോണ്ട് പോകുന്ന ഗൈസ്, ഇത് ഇത്തിരി ഡേഞ്ചറാണ്. ഈ ഒരു അയൺ കൊണ്ട കളയരുത് ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു അയൺ വെക്കാനായിരുന്നു. ഈ ഒരു ഉള്ള അയണും കൂടെ പോയി കിട്ടിയാൽ പണി കിട്ടും. ഇപ്പം ഞാൻ കൂടുതലായിട്ടും കഴിക്കാടത്തേക്കെന്ന് പറഞ്ഞ ഈ ഒരു മെലൺ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇവിടെ വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മെലൺ സീഡ്സൊക്കെ ഉണ്ടാക്കാം. ഈ ഒരു വേൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ലഷ് കേവും കിട്ടും, ഇവിടെ മാഗ്മോളോക്കും കിട്ടും. ഞാനിപ്പോൾ എൻ്റെ വേൾഡിൻ്റെ, അതായത് ഈ ഒരു വീട് ഇട്ടിട്ട് പുറത്തുള്ള ഐലൻഡിൽ പോയൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് വേറെ, അതായത് നമ്മൾ ആ ഗ്ലാസ് എടുക്കാൻ പോയ ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് എങ്ങനെയായിരിക്കും ആ ബെഡ് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമുണ്ട്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും അങ്ങനെ പറയാൻ വഴിയൊന്നുമില്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു സീഡ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു അയൺ ആർമർ കണ്ടിട്ടുണ്ട്. അല്ല, അവിടെ റെഡ് സ്റ്റോൺ ഉണ്ട്. ആ റെഡ് സ്റ്റോൺ ഞാൻ കണ്ടായിരുന്നു. ഇപ്പം 2 പിക്കാക്സ് ഇരിക്കുന്ന ഒരെണ്ണം അയൺ പിക്കാക്സ് ആണ്. ഇതാണ് അയൺ പിക്കാക്സ്, ഇത് സ്റ്റോൺ സോഡ്, ഇത് സ്റ്റോൺ പിക്കാക്സ്. സ്റ്റോൺ പിക്കാക്സ് ഞാൻ സാധാ ബ്ലോക്സ് മാത്രമായിട്ട് മൈൻ ചെയ്യാൻ എടുത്തതാണ്. അപ്പോഴത്തേക്കും നമുക്ക്
അതൊക്കെ നമുക്കിന്നിപ്പോൾ എങ്ങനെയെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഞാൻ എവിടെ നിന്നായിരുന്നു എനിക്ക് ആയം കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് അയ്യോ അവിടെ ഞാൻ മൈൻഡ് ചെയ്തിട്ടതാണ് ആ ഒരു ബ്ലോക്ക്. അയ്യോ ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി വന്ന് കാണും. ഈ ഒരു ബ്ലോക്കിൻ്റെ ആവശ്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇല്ല. അതുകൊണ്ട് ചുമ്മാ ഒരു ടെംപ്ലറി ആയിട്ട് ഒരാവശ്യമില്ലായിരുന്നു. അയ്യോ എന്തൊരു കഷ്ടാണെന്നൊന്ന് ആലോചിക്കണം. ഇവിടുത്തെ ഒഴുക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് ഗൈസ് ഞാൻ അയ്യം കണ്ടുപിടിച്ചത്. ആ സമയം ഞാൻ ഈ കേവ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇവിടെയൊക്കെ ഞാൻ ടോർച്ച് വെച്ച് എന്നാൽ ഇവിടെ നോക്കുമ്പോഴാണ് ഇവിടെ 2 സ്ലൈം പോകുന്നത്. ഒച്ച കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കേവാന്നുള്ള കാര്യം. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന അവിടെ കണ്ട മോളിൽ കണ്ട റെഡ് സ്റ്റോൺ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് ലെവലിൽ അങ്ങോട്ട് പോകണം. പക്ഷെ അതിന് നമുക്ക് ഈ ഒരു സൈഡിൽ ഉയർന്ന ബ്ലോക്ക് വെച്ചിട്ട് വേണം പോകാൻ. ആ റെഡ് സ്റ്റോൺ ഇരിക്കുന്ന അയ്യോ പോവല്ലേ, ഡയറക്ഷൻ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അയ്യോ വെള്ളത്തിൽ പോയാൽ അപ്പം നമ്മൾ ചാവും. കാരണം ആരും അങ്ങോട്ട് ഒഴുകി പോകുമ്പോഴത്തേക്കും അവിടെ ആ സ്ലൈമുണ്ട് ഗൈസ്. ഒരു 2 സ്ലൈമുണ്ട്. ഇത് ഒന്ന് ഈ വശത്തുനിന്നും ഒന്ന് ഇങ്ങോട്ടും കൂടെ ഒന്ന് ഞാൻ കണ്ടതാണ്. അവിടെ ഒരു പോകുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പുള്ളി അയ്യോ അപ്പോൾ അതെ ഇവിടെ അപ്പോഴത്തേക്ക് എന്താ ഇവിടെ നിന്ന് 2 ബ്ലോക്ക് ഈ ഒരു സ്റ്റോണും ഇവിടെ നിന്ന് മൈൻ ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഇത് ഞാൻ എന്നെ വെച്ച് മൈൻ ചെയ്യും. ഇവിടെ പുതിയ ഷവലിരിക്കുന്നു. ഇത് വെച്ചിട്ട് ഇടുക. ഫസ്റ്റ് തന്നെ കുറവ് ബ്ലോക്കിൽ നിന്ന് വേണം മൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് തന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇതാ ഇവിടെ ഒരു മോസ് ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഈ 2 സ്റ്റോണ്. ബാക്കി എൻ്റെ ഇരിക്കുന്ന ഫുള്ള് ഡേർട്ടാണ്. ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ കൂടുതൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ നമുക്ക് ആ ഒരു അതായത് അവിടെ ഇരിക്കുന്ന ആ ഒരു ക്ലേഡ് അവിടെ എത്തണം. ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇപ്പം റിസ്ക്കാണ്. കാരണം ഈ ഒരു ആർമർ ഇട്ട് പോവുകയാണെങ്കിൽ മിക്കവാറും എനിക്ക് അത് കാരണമാണ് ആ റെഡ് സ്റ്റോൺ ഇരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് മൈൻ ചെയ്യാനല്ല നേരെ ഡയറക്റ്റ് മൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഇത്രയും ടെംപ്ലററി ബ്ലോക്കാണ് ഇപ്പം എൻ്റെ തൽക്കാലം ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇരിക്കണമെങ്കിൽ ഞാൻ പോയി മൈൻ ചെയ്യണം. എനിക്ക് ഡയമണ്ട് കിട്ടണം ഗൈസ്. ഡയമണ്ട് കിട്ടിയാൽ എനിക്ക് കൂടുതലും ഹെൽപ്ഫുള്ളാവുകയുള്ളു. പറയണത് പോലെ ഓക്കെ കാണാൻ പറ്റുന്നില്ല. ഈ റെസ്റ്റ് നമുക്ക് കാണണം. അമ്മമാർ അവിടെ ഉണ്ട്, ഞാൻ കണ്ടതാണ്. ഓക്കെ ഇനി തൊട്ട് താഴെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. കുനിഞ്ഞിട്ട് വേണം, അല്ലെങ്കിലേ ഇത് കണ്ട അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അമ്മർക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല. ഓഫ് പോകരുത്, ഇവിടെ നിന്ന് പോയാൽ തീർന്നു. ഇവിടെ ഈ ഒരു ബ്ലോക്കുണ്ട്. ഇവിടെ നമുക്ക് ഈ 2 സൈഡിലായിട്ട് 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഡേർട്ട് വെക്കണം. ഓക്കെ ഇവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിനുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെങ്ങാനും ഇവിടെ നിന്ന് താഴത്തോട്ട് പോയാൽ അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ പോലെ
ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പോൾ താഴാൻ പോയത്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇപ്പം എൻ്റെ കയ്യിൽ വെക്കാനായിട്ട് മാത്രം ഒന്നും പോലി ഇങ്ങനെ ഒരൊറ്റ ബ്ലോക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് പോയാൽ മാത്രം മതി. ഈ ഒറ്റ ബ്ലോക്ക് മതി. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വീണാനുള്ള പണിയാണ് അത്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ടൊന്ന് ഒറ്റ ബ്രിഡ്ജ് മതി. ഒരു ബ്രിഡ്ജായിട്ടൊന്നും അല്ല, ചെറിയ രീതിയിൽ അങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് മോസ് ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു മോസ് ബ്ലോക്ക് എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വെച്ചാലും മതി. ഇങ്ങനെ ചേർന്ന് പോയിട്ട് ഇത് ഗ്ലോബറി ഞാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു ടോർച്ച് ഇരിക്കട്ടെ. ഇവിടെ ഒരു മൂവ് സ്പൂൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിൽക്കുവാണെങ്കിൽ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഇത് കാണാൻ പറ്റത്തില്ല. അയ്യോ, ഞാനിപ്പോൾ അങ്ങ് പോയാന് ലൊക്കേഷൻ നോക്കി നോക്ക്. അവിടെ 2 റെഡ് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഇരുന്നിട്ടേ ഇവിടെ ഞാൻ ഈ ഒരു കാർപ്പറ്റ് എടുത്ത് അയ്യോ പോയി ഈ ഭാഗത്തേക്കല്ല കണ്ടില്ല. ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെച്ചേക്കാം. അപ്പം പിന്നെ അതൊക്കെ വിടണം. ആദ്യം നമുക്കിപ്പോൾ മൈൻഡുള്ള പരിപാടികൾ ആരംഭിക്കാം. ഈ ഒരു ഭാഗത്താണ് റെഡ് സ്റ്റോൺ. ഇപ്പം നമുക്ക് ഈ ഒരു റെഡ് സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ മോസ് ബ്ലോക്ക് എടുത്തിട്ടേ ഇവിടെ ഇങ്ങനെ മൂടി വെക്കാം. ഈ ഒരു ലഷ് കേവ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് ഇപ്പോൾ ഫുള്ള് പറ്റത്തില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ കുറേ എണ്ണന്മാരുണ്ട്. പക്ഷേ ആ റെഡ് സ്റ്റോൺ എടുക്കാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല. റെഡ് സ്റ്റോൺ എടുക്കാനും റിസ്ക്കാണ്. കാരണം ഇവിടെ 2 ബ്ലോക്കിലാണ് റെഡ് സ്റ്റോൺ ഉള്ളത്. ഓ, ഇവിടെ ഒറ്റ ബ്ലോക്ക്. ഓ, ലക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണ്. ഓക്കെ, ഇനി ഈ ഒരു ബ്ലോക്കിൽ എവിടെ വേണം നമുക്കിനി തൊട്ട് താഴെ ഉണ്ടെന്നുണ്ട്. ഓക്കെ, ഇവിടെ തൊട്ടുണ്ട്. ഈ ഒരു റെഡ് സ്റ്റോൺ എടുത്തോണ്ട് പോകും. ഇപ്പം ഇവിടം വരെ ചെയ്തെടുത്താൽ മതി. ഇത് റെഡ് സ്റ്റോൺ ടെസ്റ്റ് അല്ലേ, കൊമ്പ് എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്ക് ഈ ഒരു ക്ലേനെ ബ്ലോക്കാക്കി 2-3 എണ്ണം, ഓക്കെ 3 എണ്ണമൊക്കെ എടുക്കാം. ഇനി നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം എന്തെങ്കിലും സാധനം ഞാൻ കാണുകയാണെങ്കിലേ ഞാൻ അവിടെ നിന്ന് എല്ലാം ചെയ്ത് ഈ ബ്ലാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നൊക്കെ ഇങ്ങനെ എടുക്കുക, ഇന്നെടുക്കുക, അങ്ങ് വലിച്ചെറിയുക. എൻ്റെ കുറേ ക്ലേ ഇരിപ്പുണ്ട്. ഈ ക്ലേ എല്ലാം കൊണ്ട് ബ്ലോക്കാക്കി വെച്ചിട്ടേ നമുക്ക് സുഖമായിട്ട് അങ്ങ് എടുക്കാം ഗൈസ്. വീട്ടിലും കുറേ ക്ലേ ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിലല്ല, അല്ലാണ്ട് മൈൻക്രാഫ്റ്റിൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ, അതായത് മൈൻക്രാഫ്റ്റിൻ്റെ വീട്ടിൽ ഈ ഒരു സൈഡിലോട്ട് താഴെ പോയാൽ പിന്നെ അങ്ങനെ കണക്കത്തേ ഉള്ളു. പിന്നെ റിസ്ക്കായിരിക്കും, പറഞ്ഞു തീരില്ല. അതിന് മുന്നേ റിസ്ക്കായിട്ടുണ്ട്. 2 ബ്ലോക്കും കൂടെ പറ്റുള്ളൂ. 2 ബ്ലോക്കൊന്നും പോരെ, ഇത്ര ഡിസ്റ്റൻസും ഇനി കിടക്കുക. അത് കുഴപ്പമില്ല, ഡയറക്റ്റ് ഇങ്ങനെ ശരിയായിട്ട് കാണും. അല്ല എൻ്റെ ഡേർട്ട് ഇല്ല, അല്ല 20 ഇരിപ്പുണ്ടല്ലോ. 2 ബ്ലോക്ക് മതിയായിരിക്കും ഗൈസ്. ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് പോയാൽ ഓക്കെ, അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 1 ബ്ലോക്കിൻ്റെ ഇത് നമുക്ക് നമ്മുടെ മൈനിങ് പരിപാടിയിലോട്ട് വേണം കിടക്കാനായിട്ട്. ഈ ബ്രിഡ്ജ് ഇവിടെ നിന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും കാണുമൊന്നും വേണ്ട. ഇവിടെ ചുമ്മാ ഈ ഒരു ബ്ലോക്കും കൂടെ കിടന്നുണ്ട്. കയറി പോലെ ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. കാരണം ഈ ഒരു ലഷ് കേവിൽ അല്ല ഇനി നമ്മൾ പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. അയ്യോ,
പൊക്കോ പൊക്കോ പൊക്കോ. കൊന്ന ഞാൻ അതിനെ അവനോട്ടുള്ള റേഞ്ച് ചെയ്യാനങ്ങനെ. ഇതൊരു ആക്സിലോട്ട് എന്നൊക്കെ പറയാൻ പറ്റേ. ചാവടേന് മുന്നേ കുറച്ച് ഫുഡ് അടിക്കണം. ഈ ഒരു ആക്സിലോട്ട് നമുക്ക് എടുക്കാം. പിന്നെ എന്തെങ്കിലും പേര് കൊടുക്കുക. അയ്യോ അടിക്കല്ലേ കയറിപ്പൊടി ആക്സിലോട്ട് കയറിപ്പൊടി. അല്ലെങ്കിൽ വേണ്ട, അവൻ നമ്മളെ ഫ്രണ്ടായിട്ട് വന്നിട്ട് വേണ്ട. എനിക്ക് ഓരോ ഫ്രണ്ട്സുണ്ട്. ഓക്കെ, ഈ ഒരു വഴി നമുക്കിപ്പോൾ കയറി പോവാം. ഇവിടെ നിന്ന് വെച്ചിട്ടും ഫുഡ് അടിക്കും. ഒരാവശ്യമില്ലാണ്ടാണ് ഞാനിപ്പോൾ പോയി ചത്തെന്ന് പറയാം. ഇല്ല, രാവൻ പോയത് പകുതിയായിട്ടും കൂടെ വേണം. ആ സ്കെലറ്റ് നമ്മുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. അയ്യോ, കയറ്, ഒരു ഫുഡ് അടിക്കുക. ബ്രാക്കറ്റിനകത്ത് കയറേ. ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. ഇതാനും മുകളിൽ കയറാൻ സമ്മതിക്കുന്നില്ല. നോ. അയ്യോ സോംബി. ഇപ്പൊ ഞാൻ എങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് സ്കിപ്പാവണം. അയ്യോ അപ്പോൾ ഇറ്റ്സ് മൈ ലൈഫ്. പാവം സോംബി കുടുങ്ങിപ്പോയല്ലോ. എന്നെ വള്ളിയായിട്ട് അടിക്കാൻ വന്നല്ലേ അവിടെ കടന്നോ. നീയൊക്കെ അവിടെ കടക്കട സോംബി. നീ എന്നെ കൊല്ലാൻ നോക്കല്ലേ. ഞാൻ ചാകാറായപ്പോ സമാധാനം ആയില്ലടാ സോംബി. രക്ഷപ്പെട്ടോ. നീ ഇവിടെ നിൽക്കണോ? ഒരു സെക്കൻഡ് വിളിക്കുന്ന ആപത്താ. വിട്ടോ. ഓക്കെ, രക്ഷപ്പെട്ട്. എൻ്റെ പൊന്നു, എന്നെ അങ്ങോട്ടൊന്ന് പൊക്കോട്ട്. രക്ഷപ്പെട്ട്. ഓക്കെ, ഇനി നമുക്ക് നൈറ്റായെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നൈറ്റായെന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതിന് മുമ്പേ ഈ ഒരു ബെഡ് എടുക്കുക, ഇവിടെ വെക്കുക, നേരെ വെക്കുക, ഓടുക, ഇവിടെ ബെഡ് വെക്കുക, കിടന്നുറങ്ങുക. സിമ്പിൾ കാര്യം. ഉറങ്ങൊക്കെ ഇപ്പം തന്നെ സിമ്പിളാണോ എന്തോ. ഈ ഒരു ഇതിനെ മൈൻഡ് ചെയ്യണ്ട. ഈ ഒരു ലഷ്കേവിനെ നമുക്ക് മൈൻഡ് ചെയ്യാണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ടി പോവാം. ഇങ്ങനെ മൈൻഡ് ചെയ്തുപോലെ നമ്മളെ ലഷ്കേവിൽ തന്നെ തിരിച്ചെത്തുമെന്നാണ് തോന്നുന്നത്. ടോർച്ച് എടുത്ത് വെച്ചേക്കാം. ഇവിടെ എന്തിനാണ് ടോർച്ച് വെക്കുന്നത്? ഇതിൻ്റെ ഇവിടെ വേണം. ഇപ്പം ഞാൻ വീടെടുക്കുന്നത് കേട്ടത്. ഞാൻ വിചാരിച്ചത് ശരി തന്നെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ ലഷ്കേവിൽ തന്നെ എത്തുകയുള്ളു. അത് നമുക്ക് കുറച്ച് ദൂരെ. ഇതെന്നാ ഇവിടെ വേറെ കേവ് ഉണ്ടല്ലോ. അതിൻ്റെ ആയിരിക്കും. അവിടം വരെ റീച്ച് ആവുന്നുണ്ട്. അത് വേറെ കാര്യം. അയ്യോ, അത് ശരി. അപ്പം ഇങ്ങോട്ടായിട്ട് കണക്ഷനുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ലഷ്കേവിൽ നിന്ന് കുറേ ദൂരം മൈൻഡ് ചെയ്യേണ്ടി വരും ഗൈസ്.
ഈ -12 ആവുന്നവരെ നമ്മളിപ്പോൾ ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോകണം. ഇതൊന്നും വെച്ച് പൊട്ടിക്കരുത്, ഞാൻ അറിയാണ്ട് വെച്ചിട്ട്. ഇത് ആൻ്റെ സൈറ്റാ. ഓയൻ അയാളെല്ലാം വാരി വലിച്ചെടുക്കണം. ഒരു ബ്ലോക്ക് ഉറങ്ങി നിന്നാൽ ലഷ്കേവൊക്കെ കണ്ടുപിടിച്ച ഗുണമൊക്കെ ആണെങ്കിലും പക്ഷെ അങ്ങോട്ട് പോകാനേ പാടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ അയൺ പിക്കാക്സ് ആയിരുന്നു. എന്ത് കഷ്ടമാണ്, സ്റ്റോൺ പിക്കാക്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ അയൺ പിക്കാക്സ് എടുക്കും ഞാൻ. എന്തൊരു കഷ്ടമാണ്. ഇതാ എങ്ങനെയൊന്നുമല്ല ഗൈസ്, ആ സ്ഥലം എത്താനായിട്ട് ഇനിയും വൈകും. നമ്മളിപ്പോൾ ഈ -12 ആവുന്ന സമയമൊക്കെ എത്താനേ ഇവിടെ നിന്ന് കുറേ ബ്ലോക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് പോയിട്ട് റീച്ച് ആവുന്നവരെ മൈൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ അടുത്ത ബ്ലോക്ക് വെച്ചിട്ട് മൈൻഡ് പോകുമ്പോൾ ഇവിടം വരെ എത്തും. അതിൻ്റെ അടുത്ത് ഈ സെക്കൻഡ് ബ്ലോക്കും മൈൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ എപ്പോഴും പകുതി അത് ശരി. ഇവിടെ മുതൽ ഞാൻ 2 ബ്ലോക്ക് വെച്ച് മൈൻഡ് ചെയ്യാൻ തുടങ്ങിയ. ഇവിടെ ടോർച്ചും വെച്ച് ഇവിടെ വെക്കണ്ട, ഒരു ഗ്യാപ്പിൽ വെളിച്ചം നടക്കാൻ മതി. വീട്ടിൽ കുറേ അയൺ ഇരിപ്പുണ്ട്, കാരണം പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താ, മോസ് ബ്ലോക്ക്. ഇതെന്താ മറ്റേ ഒച്ച കേൾക്കാമല്ലോ. അയ്യോ ലാവ നമുക്ക് എടുക്കണം. ഇത് വേറെ ലഷ്കേവ് ആണോ? ഇത് വേറെ ലഷ്കേവ് ആണ് ഗൈസ്. ഇത് വന്നിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ടോർച്ച് വെച്ച ഇടയിലൊക്കെ കാണുന്നത്. ഈ ഒരു വാഹനം ഇപ്പം തൽക്കാലത്തേക്ക് വഴിമാറി കിടക്കട്ടെ. പിന്നെ ഇത് വേറെ വല്ല ബ്ലോക്കിരിപ്പുണ്ടോ കാണാൻ പറ്റുന്ന? ഓക്കെ, അപ്പോൾ ഇവിടം വരെ കിടക്കട്ടെ. അപ്പം അങ്ങോട്ട് പോകുന്നതിൽ ആരുണ്ട്? യൂ നിൽക്കുന്ന സ്ലൈം. ഇത് വേറെ രക്ഷേവാ. ഇവനെ കാണാണ്ടിരിക്കുന്നതാണോ കാണാത്ത പോലെ അഭിനയിക്കുന്നതാണ്? ഇത്തിരി പിന്നെ ഒരു സോംബി വരെ അടുത്ത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി. ഇവനെന്നെ പറ്റിയെന്തോ. പക്ഷെ നമുക്ക് ആ ഒരു ലാഭ വരെ എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഓട്ടോ ആയിരിക്കണം ഓടേണ്ടത്. പക്ഷെ ഇപ്പുറത്തങ്ങ് ഞാൻ സ്ലൈം കയറി വരുവാണെങ്കിലേ ലാഭ നമുക്ക് പിന്നെ എടുക്കാം.
നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വേറെ വല്ല പരിപാടി ഒപ്പിക്കാൻ പറ്റും. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ മൈൻ ചെയ്യാം ഗൈസ്. ഈ സൈഡിൽ വലിയ വെള്ളമായിട്ടും വല്ലതൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ആയിരിക്കുമല്ലോ. സാധാരണ ഇവിടെ ഇങ്ങനെ കാണുന്നതൊക്കെയാണ്. കഷ്ടമാണ്. ഞാൻ ഈ അയൺ പിക്കേഴ്സും സ്റ്റോൺ പിക്കേഴ്സും കൂടെ എടുത്ത് തമ്മിൽ മാറി മാറിയാണ് മൈൻ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇനിയെല്ലാം ഓക്കെ ആയിക്കോളൂ. രണ്ട് ആരോ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആരോ വാട്ട് ഈ ഒറ്റ ബ്ലോക്കിൽ നിന്ന് അങ്ങനെ മുമ്പെന്ന് പറഞ്ഞു വരില്ല. നേര് പത്തും ബ്ലോക്ക് വെച്ച് ടോർച്ചെടുത്ത് നോക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ അവന്മാർ ഇറങ്ങി വരാൻ സാധ്യത. പ്ലീസ് റീച്ച് ആവ് പ്ലീസ് മാൻ. പതുക്കെ വേമ്പൊടി വേമ്പൊടി. എന്നോട് ആടി ഇനി വരില്ല. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നേരെ ബേസിലോട്ട് പോകണം. ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പം നമുക്ക് ബേസിലോട്ട് പോകാം. ഇവിടെ നേരെ മൈൻ ചെയ്ത പോയാലും താഴത്തോട്ട് മൈൻ ചെയ്ത പോലെ ഒന്നും കിട്ടത്തില്ല. ഈ ഒരു ലഷ് കേവിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അതായത് രണ്ടാമത് നമ്മൾ ലഷ് കേവ് വേറെ ലഷ് കേവ് കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത്. അതോ നമ്മളിപ്പോൾ ആദ്യം കണ്ടുപിടിച്ച ലഷ് കേവിൻ്റെ ബാക്കിയാണെന്നും എനിക്കറിയില്ല. സോ ഈ സമയത്തേക്കും നിങ്ങൾ ഇത്തരങ്ങളില്ല. നമുക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.